ഹലോ ഗൈസ്, കുട്ടികളെ മക്കളെയൊക്കെ ഈ വാരി കെട്ടിയിട്ട് ഞങ്ങൾ ഇത് എങ്ങോട്ടാന്നല്ലേ. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് തീരെ പുറത്തൊന്നും പോയിണ്ടായിരുന്നില്ല. പേരിട്ട് കഴിഞ്ഞാൽ അത് പുറത്തു പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇരിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേരിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര വിമിഷ്ടായി, ഒന്ന് പുറത്തേക്ക് പോകണം. പിന്നെ എൻ്റെ ഗൾഫിലെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും അവളെ കുട്ടീനായിട്ടൊന്ന് പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹം. അപ്പോൾ ആഗ്രഹം ഞങ്ങൾ അച്ഛനോട് സമർപ്പിക്കുകയാണ്, എല്ലാവരും കൂടിയിട്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി എന്നാൽ പോവാന്ന്. ദൂരെ സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് ഈ ചെറിയ മക്കളെയും കൊണ്ട് പോകാനുള്ള ധൈര്യം അത്രയുണ്ട് പോരാ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ കർമ്മയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ് കർമ്മയിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി, അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പുഴയൊക്കെ ഒന്ന് കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നത്തെ അവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞ ഫുഡാണല്ലോ. വലുതായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല, ഈ മക്കളേനും കൊണ്ടിട്ട് അത് റിസ്ക് ആണ്. അതുകൊണ്ട് ടമറിൻഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത്. അവിടുന്ന് ചായയും പിന്നെ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാതൊന്നും ഓരോ ലക്ഷം വീതം വന്നോട്ടെ, കാരണം എന്താണെന്നുള്ള ടേസ്റ്റ് ചെയ്യാമല്ലോ. എന്നിട്ട് ഏതാണോ ഇഷ്ടപ്പെട്ടത് ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് വേറെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അവിടെയാണെങ്കിൽ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ മാത്രം കണ്ടുവരുന്ന പൊന്നാനി സ്പെഷ്യൽ പലഹാരങ്ങൾ, അതൊക്കെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും ഓർഡർ ചെയ്തൊക്കെ കഴിച്ചു. പിന്നെ ഒരു കാര്യത്തിന് പുറപ്പെട്ട നീറ്റായിട്ട് ഫിനിഷ് ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ എത്രത്തോളം നീറ്റാക്കി എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാറിൽ കയറാൻ വന്നപ്പോഴാണ് അവിടെ ഒരു പ്രത്യേക ഭംഗി തോന്നിയത്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നന്നാവുമെന്ന് തോന്നിയിട്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ കുട്ടികളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 5:45 ആയെങ്കിലും കൂടിയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ ഞങ്ങൾ സുഖമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.